വിഷ്ണുമായ പ്രതിഷ്ഠ. സങ്കീർണവും എന്നാൽ സംഘടിതവുമായ ശ്രമങ്ങൾ ആവശ്യമായതിനാൽ ശ്രദ്ധയോടെ വേണം ശ്രീ വിഷ്ണുമായോടും ചാത്തന്മാരോടും അടുക്കാൻ. ആദ്യം ശ്രീ വിഷ്ണുമായ പ്രതിഷ്ഠ, പിന്നീട് കർമ്മങ്ങളിലൂടെ പ്രതിഷ്ഠകളുടെ എണ്ണം കൂട്ടാം. ജൈവ വൈവിധ്യം, വായുസഞ്ചാരം, വള്ളിപ്പടർപ്പുകൾ, തണൽ, ഉത്തമ മഹാവൃക്ഷങ്ങൾ, ജലസ്രോതസ്സുകൾ തെരഞ്ഞെടുക്കുകയോ വെച്ചുപിടിപ്പിക്കുകയോ ആണ് പ്രധാനം. പ്രകൃതിയിൽ ശ്രീ വിഷ്ണുമായും ചാത്തന്മാരും വംശവ്യാപനം നടത്തുന്നത് അച്ഛനിൽ നിന്നും മകനിലേക്കും, അമ്മാവനിൽ നിന്നും മരുമകനിലേക്കും, മുത്തച്ഛനിൽ നിന്ന് പേരമകനിലേക്കും തലമുറകളിലൂടെ വംശപരമ്പരകളിലേക്ക് സഞ്ചരിച്ചാണ്. തറവാട്ടിൽ നിന്നും പിരിഞ്ഞുപോയവരും മൺമറിഞ്ഞവരും അകാലത്തിൽ പൊലിഞ്ഞുപോയവരെയും പുനർജന്മത്തിനു കാത്തു നിൽക്കുന്നവരെയും വീണ്ടും കണ്ടുമുട്ടാനും തമ്മിൽ കൂട്ടിയിണക്കുന്ന കണ്ണിയായിട്ടാണ് മലയാളികൾ ശ്രീ വിഷ്ണുമായെ കാണുന്നത്. ശ്രീ വിഷ്ണുമായ പ്രതിഷ്ഠയ്ക്ക് വരിക്കപ്ലാവിൻ തടി ഉപയോഗിച്ച് പീഠത്തിൽ കുടിയിരുത്തുന്നതാണ് ഉത്തമം. കൂടാതെ കളിമൺ പ്രതിമയുണ്ടാക്കിയും കല്ല്, ഉത്തമ മഹാവൃക്ഷങ്ങൾ സങ്കല്പിച്ചും പ്രതിഷ്ഠിക്കാം. സാഹചര്യങ്ങൾ ഒത്തുവരാത്തവർ പഞ്ചവർണ്ണ പൊടികൾ ഉപയോഗിച്ച് കളം വരച്ച് പാട്ടുത്സവം നടത്താവുന്നതാണ്.